ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് അഴിയുന്നില്ല. റോഡിലെ കുഴിയും ഓടയുടെ സ്ലാബുകൾ തകർന്നതും കുരുക്കിന് കാരണമാകുന്നു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പുതുക്കാട് സെന്ററും കടന്ന് വാഹനനിര നീണ്ടു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ഇരുവശത്തുമുള്ള പാതയിൽ ഒറ്റവരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഓടയുടെ മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന തരത്തിൽ ഉറപ്പുള്ള സ്ലാബുകളാണ് സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവയെല്ലാം തകരുന്ന സ്ഥിതിയാണ്. ഇത്തരത്തിൽ തകർന്ന സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കാൻ ശനിയാഴ്ച രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് വലിയ കുരുക്കിനിടയാക്കിയത്. പിന്നീട് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ സ്ലാബ് മാറ്റൽ അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു. തകർന്ന സ്ലാബിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ അപകടങ്ങൾക്ക് സാധ്യതയേറെയാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിലും സർവീസ് റോഡിലും വാഹനങ്ങൾ നിറഞ്ഞതോടെ പുതുക്കാട് മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ആശുപത്രിയിലേക്കും ആളുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയായി. വാഹനം എത്താത്തതുമൂലം പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ ആശുപത്രിയിലെത്തിയ രോഗിയെ ബൈക്കിലാണ് കയറ്റിവിട്ടത്. ഈ ഒരു ബ്ലോക്ക് ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായി. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടെത്താൻ ഇവിടുത്തെ അധികാരികൾക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പേരിൽ നിരവധി തവണ ഇവിടെ പല സമരങ്ങൾ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. മനുഷ്യരെ ജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു അവസ്ഥ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ആമ്പല്ലൂർ കടക്കാൻ അരമണിക്കൂറോളം സമയമാണ് എടുക്കുന്നത്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുമ്പോഴും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും പ്രശ്നത്തിൽ ഇടപെടാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്.